ചോദ്യങ്ങള് നമ്മുടെ എന്നും ഇങ്ങനെ ഗ്ലാമർ കൂടിക്കൊണ്ടിരിക്കണമെന്ന് ശരിക്കും പറയല്ലേ സുരഭി തോന്നുന്നില്ലേ? ഒരു വെല്ലുവിളിയായിട്ട് തോന്നുന്നില്ലേ നമുക്കൊക്കെ? സത്യമായിട്ടും ഇതില് ഈ സിനിമയില് ഈ മണിയന്റെ ക്യാരക്ടറിന് വേണ്ടിയിട്ട് ഇദ്ദേഹത്തിനെ കറുപ്പിക്കാൻ വേണ്ടിയിട്ട് അന്ന് ആ സമയത്ത് കൊത്തയുടെ ഷൂട്ടും കൂടെ നടക്കുന്നുണ്ട്. അപ്പൊ ഒരു സ്ഥലത്ത് ദുൽഖറിനെ കറുപ്പിക്കണം. മേക്കപ്പ് മാൻ ഒരാളാണ്, അദ്ദേഹത്തിന് കറുപ്പ് കിട്ടുന്നില്ല, തെളിയില്ല. അപ്പം നിറയെ അപ്പൊ നമ്മൾ എവിടെ തൊട്ടാലും അദ്ദേഹത്തിന്റെ തനി നിറം പുറത്ത് കാണും. അപ്പൊ ഇതിന്റെ ക്യാമറമാൻ ആയിട്ടുള്ള നമ്മുടെ ജോമോൻ ചേട്ടൻ പറഞ്ഞ സുരഭി നോക്കിയൊക്കെ തുടങ്ങും. ടോവിയുടെ കളറ് മാറുന്നുണ്ട്. അത്രയും കറുത്തിട്ട് നല്ല നന്നായിട്ട് വേർത്തിട്ടും നമ്മൾ അത്രയും ഫിസിക്കലിയും വേർക്കും ഇതിങ്ങനെ പോകുന്നു. അത് രാവിലെ മുതൽ 2-3 മണിക്കൂർ ദേഹം മുഴുവൻ കറുപ്പിച്ച് അത്രയും മേക്കപ്പിനൊക്കെ ഇതുള്ളതാണ്. നമ്മൾക്ക് പറയുമ്പോൾ ടോവിനോ ബ്ലഷ് ചെയ്യുന്നു. ഞാൻ ഇതിനോട് ചോദിച്ചിട്ടുണ്ട് എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ? അപ്പൊ പറഞ്ഞു വേണ്ട അവരെ ഞാൻ കറുപ്പിച്ച് നിന്റെ ലെവലിൽ ചോദ്യത്തിലേക്ക് പോവാണ്. മലയാളം സിനിമയിൽ ഒരുപാട് കള്ളന്മാർ വന്നിട്ട് ഐക്കോണിക് കള്ളന്മാർ അല്ലെ? മീശമാധവൻ, കളൻ പവിത്രൻ, അതേപോലെ കൈകുളം കൊച്ചിനെ. എങ്ങനെയാണ് ഈ ഒരു ARMലെ അജയന്റെ മോഷണം വ്യത്യസ്തമാവുന്നത്? അതെന്താണെന്ന് മനസ്സിലാക്കാം. അല്ല അങ്ങനെ വലിയ ആശീർവാദങ്ങളൊന്നുമില്ല. മറ്റു കള്ളന്മാരിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുമെന്നൊന്നും എനിക്കറിയില്ല. മോഷണം തന്നെയാണല്ലോ ചെയ്യുന്നത്. പക്ഷെ ഈ സിനിമയില് 3 കഥാപാത്രങ്ങളുണ്ട്. ഒരു 17-ാം നൂറ്റാണ്ടിലേക്ക് ഒരു യോദ്ധാവ്, ഒരു വാരിയർ കം സോഷ്യൽ റിഫോമർ, ഒരു 1950-കളിലെ ഒരു കള്ളൻ, അതാണ് മണിയൻ എന്ന് പറയുന്ന ഈ കഥാപാത്രം. പിന്നെ മണിയനിലെ കൊച്ചുമകനായിട്ടുള്ള ഒരു